ടൈല് പൊട്ടിപ്പോയി. ഹേ സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്ന് എല്ലാവരും ദീപാവലി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളും നമ്മുടേതായ കുഞ്ഞു ദീപാവലി ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത്. ബാക്കി കുറച്ച് സാധനങ്ങൾ നമ്മൾ മേളിൽ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം കേട്ടോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. സീനായിട്ടോ. വരൂ, നമുക്ക് കുറച്ച് ദീപാവലി ആഘോഷിച്ചിട്ട് വരാം. ഇതാകുമ്പോ BGM കോപ്പിറൈറ്റും കിട്ടൂല. വരൂ, നമ്മുടെ ലക്കി എവിടെ എടി? എടി അതാണ്ടാ ലക്കിയൊക്കെ ഇവിടെ റെഡി ആയിട്ട്. ഓടി ഓടി ഓടി. ലക്കിക്കുട്ടൻ എന്താ ഇവിടെ നിൽക്കുക? ദീപാവലി അവന്റെ ഫസ്റ്റ് ദീപാവലിയാണ് അല്ലേടാ? ബാ നോക്ക്. പേടിച്ചോ? പേടിക്കില്ലേ? നല്ല നീ ദൂരെ ഒന്ന് നോക്കി അതേട്ടാ. നമുക്ക് ആദ്യമേ കുറച്ച് റോക്കറ്റുകൾ പരീക്ഷിച്ചാലോ? എന്താച്ചാ ഈ റോക്കറ്റ് കിട്ടണം. വൈഡ് ആംഗിൾ പൊങ്ങിയില്ലേ? പൊങ്ങും മുമ്പേ കത്തിയോ? അല്ല ഇത് ഞാൻ കുറച്ചേ കുത്തി വെച്ചിട്ടുള്ളൂ. ഇത് നോക്കിയാ നീ സീനിലില്ല, നീ ഗാലറി ഇരുന്ന് കണ്ടാ മതി. അച്ഛന് നല്ല പേടിയുണ്ടല്ലോ. അങ്ങോട്ട് ഇങ്ങനെ പേടിക്കാതെ കണ്ടോ? എന്താടി? അയ്യോ മറിയെടുത്തോ. അയ്യോ എവിടെ പോയി? അത് ആവിയായി പോയ. എവിടെയോ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇത് പാകിസ്ഥാൻ വിട്ട റോക്കറ്റ് പോലെ ആയിപ്പോയി. അടുത്ത മാളു, ഇതെങ്കിലും പൊട്ടിയാ മതിയായിരുന്നു. പൊട്ടി, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇങ്ങനെ അല്ല അത് മറ്റേ സാധനമാണ്. നീ പറഞ്ഞ അത് ഇതല്ല. അത് അവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട്, സൗണ്ട് കേട്ട്. ഇനി ഒരു ചെറിയ പടക്കേ ധൈര്യമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഇരിക്കണ്ടേ? ഇരുന്നാ എല്ലാം കൂടി വെന്തു പോവായിരിക്കും. ഓടിക്കോ ഓടിക്കോ. എന്തെന്ത് ഇങ്ങോട്ട് തെറിച്ചത്? ഇത് ചെറുത്. ഇത് വലിയ റോക്കറ്റ് അല്ലേ? ഇനി ഒരു കിടില സ്കൈ ഷോട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. ആകാശത്ത് നോക്കിയിരുന്നോണേ. പോയാ മതി. അടുത്ത സാധനം നോക്കിയിരിക്കണം. ഇത് ഇച്ചിരി യമണ്ട് ആയിട്ടാണ്. സ്കൈ ഷോട്ട് സാധനമാണ്. സ്കൈ ഷോട്ട് സാധനം. അതൊക്കെ ഞാൻ ഇവിടെ അടുത്തിരുന്ന് ആ ഒരു സംഭവം അറിഞ്ഞൂടെ? ബോയ്സ് ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കത്തിക്കും പൊട്ടിക്കും. ഗേൾസ് അവിടെ ദൂരമായി അയ്യോ വയ്യേ അയ്യോ വയ്യേ അയ്യോ വയ്യേ വന്ന് വീഡിയോ ഞാനും പൊട്ടിക്കട്ടെ. നിനക്ക് പറ്റി പറഞ്ഞിട്ടുള്ള സാധനം കമ്പിത്തിരി, പിന്നെ അവിടെ ഒരു പാമ്പിന്റെ ഗുളിയുണ്ട്, പിന്നെ പൊട്ടാസ് നോക്കും. അപ്പൊ ലക്കി ആര് പിടിക്കും? കമ്പിത്തിരി ആയിരുന്നേ പെട്ടെന്ന് കത്തി. യമണ്ട സാധനം എന്റെ തലയിൽ എന്തോ ഒന്ന് ഇനി ഇതിന്റെ കമ്പം എടുക്കാം. കമ്പം ഇത് പൊട്ടിച്ചാണ്. ഇത് മേലെ പോയിട്ട് ടുംക്കനെ പൊട്ടും. സ്കൈ ഷോട്ട് സാധനമാണ്. സ്കൈ ഷോട്ട്. അടുത്തത് കമ്പം. ഇവിടെ നിന്ന് കത്തിച്ചാൽ മേലെ ചെന്നിട്ട് അത് നിൽക്കുള്ളതുകൊണ്ട് മേളിൽ പോയി എടുത്തോണം കേട്ടോ. മേലോട്ട് പിടിച്ചെടുത്തോണം. മേലോട്ട് ഇപ്പൊ പോകും. മേലോട്ട് ഞെരിപ്പ. ഇതിപ്പോ ഞാൻ പോയി മേടിച്ചോണ്ടത്. അടുത്ത നമ്മൾ അടുത്തോട്ടൊന്നും പേടിക്കേണ്ടത്, മേളിലെ പെട്ടോളൂ. Come on!
അടുത്ത ഇളക്കിയ ഓ ആള് കത്തിക്കണ ഓ പിന്നെ തിരിക്ക് പിന്നെ നീ കിഴക്കും വടക്കൊക്കെ നോക്കിയിട്ടേ വരുമോ തിരി എങ്ങോട്ടെങ്കിലും പോയി ആ കത്തിച്ചാ മേളോട്ട് പോവുള്ളൂ ആ ഓ ഹെവി ഹെവി ആയിട്ട് ആദ്യമായിട്ട് പൊട്ടിച്ചതിൻ്റെയാണ് ആ സന്തോഷം ആ പേടിക്കാതെ പതറാതെ അതെ ആ ഏയ് പെണ്ണ് തന്തര് ആ ഓ സെറ്റപ്പോളോ അങ്ങനെ രണ്ടാമത്തത് വിജയിച്ച് ഞാൻ മുന്നേറുകയാണ്. അപ്പൊ നിനക്ക് കമ്പിത്തിരി മാത്രം കത്തിക്കാനല്ല, അതിനൊരു അവസരം തന്നാലേ ഇതൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കേ അമ്മ പൊട്ടീര് അമ്മയ്ക്കൂടെ അമ്മയ്ക്കൂടെ അവിടെ തിരി വെച്ചിട്ടുണ്ടേ. ആ ലക്കിയെ പോയി പിടി. ഞാൻ ലക്കിയെ പോയി പിടിക്കട്ടെ. ഇനി അടുത്ത അമ്മയുടെ ഊഴം. വാ അമ്മ പോയി ലക്കി കുട്ടാ പേടിച്ച് നിൽക്കുന്നതാ ലക്കി. വാ അങ്ങനെ പിടിക്കല്ലേ. അല്ല ദൂരോട്ട് തന്നെ നിർത്താണേ. വയറ് അങ്ങ് താങ്ങി പിടിച്ചോ ഒരു കയ്യില്. അവനായിരുത്തേര് ഏയ് അവന് ഇതൊക്കെ കാണണ്ടേ, ഞാൻ കാണിച്ചു കൊടുത്തോളാം. അവന് അവിടെ നിർത്തിയിട്ട് അവിടെ അങ്ങനെ നിർത്തി കാണിച്ചാൽ ആ അങ്ങനെ അല്ല ഇരുത്തണ്ട നീ അങ്ങനെ നിർത്തിയത് അങ്ങനെ നിന്നാ ഞാൻ ഇങ്ങനെ നിന്നോളാം. അവനെ കാണാൻ പറ്റും ഇവിടെ ഇരുന്നാൽ. ഇല്ലല്ല ഞാൻ എന്റെ മടിയിലല്ലേ ഇരിക്കണ. അമ്മ പോയി കത്തിച്ചിട്ട് വാ. തിരിയിൽ മാത്രം അങ്ങനെ അമ്മ കത്തിക്കണലൊക്കെ ഇപ്പൊ മോളിലോട്ട് നോക്കിയിരുന്നാണ്. ഇപ്പൊ മോള് പോയി വിട്ടു. കണ്ടാലക്കി അതാര് പൊട്ടിച്ചേമ്മ? ആരെങ്കിലും പൊട്ടിച്ചല്ലേ, നിങ്ങൾ ഇവിടെ കത്തിക്കണേ അവിടെ ചെന്ന് പൊട്ടണത്. ഫസ്റ്റ് ദീപാവലി അല്ലേ? അവിടെ അമ്പലത്തിൽ ആഘോഷമാണ് ഗൈസ്. ഇവിടത്തെ അമ്പലത്തിന്റെ സംഭവമാണ്. ഓ അത് സിംഗിൾ ഷോട്ട് അല്ല കേട്ടോ, ഒരെണ്ണത്തിൽ 50 500 കണ്ടാണെന്ന് തോന്നുന്നു. മാർവലസ് ഐറ്റം, മാർവലസ്. വാ 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 നമുക്ക് തുടങ്ങാം. അല്ലെങ്കിൽ അത് തീർന്നിട്ട് മതി, ഇല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നമ്മളത് മുങ്ങിപ്പോവും. അപ്പൊ അത് കത്തി തീരട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് നമ്മളത് തുടങ്ങാം. ചേട്ടന്റെ വ്ലോഗിലോട്ട് ഹായ് പറ ലക്കി. ഹായ് പറ ലക്കി. ലക്കി ഹായ് പറ. ലക്കി മോനെ. ഇത് സാധാരണ പട്ടി പോലത്തെ പട്ടിയല്ലാന്ന് തോന്നുന്നു. ഇവന് ഒരു പേടിയില്ല, ഒരു പേടിയില്ല. പേടിയില്ലേ? എന്നാ ഇവനെ കൊണ്ടുവരണം കത്തിച്ചില്ല. അല്ല ഇത്ര അമ്മ മാറി, ഞാൻ അച്ഛൻ കൊണ്ട് അച്ഛൻ കത്തിയിര്. ദിവാലിയെന്ന് പറഞ്ഞാൽ എല്ലാ അടുത്ത അച്ഛൻ കത്തിക്കണം. ലക്കി എന്റെ മുത്തെവിടെ, എന്റെ മുത്തെവിടെ, എന്റെ മുത്തെവിടെ? നോക്കിയോ ഇപ്പൊ കത്ത്. എന്റെ കൊച്ചിപ്പുറത്ത് വീഴും. പ്രിയ സുഹൃത്തുക്കളെ, അടുത്തതായിട്ട് നമ്മൾ കത്തിക്കാൻ പോകുന്നത് ചെറുപറ പൊട്ടുന്ന സാധനം. മാളു സൂക്ഷിച്ച്, അത് ലക്ഷ്മി പടക്കാണ്. പൊട്ടിയ നല്ല സൗണ്ട് കേൾക്കും. ദൂരെ പൊക്കോണം കേട്ടല്ല. കത്തിച്ച ഒറ്റ ഓട്ടമാണ്. പറ്റിയെടുത്ത് താഴെ ചാടിക്കോ. ചെവി എങ്ങനെയുണ്ട്? ചെവി എങ്ങനെയുണ്ട് പറഞ്ഞ? പൊട്ടിയത് പൊട്ടിയതുപോലെ ഇരിക്കും പറഞ്ഞ. മതിയായ? ഇത് ഞാൻ കൊണ്ടുവന്ന ഇപ്പം. നിങ്ങൾ ആരെയും പൊട്ടിച്ചോ? മതിയായ? അതെ, ഒന്നും കൂടെ ചെവി അങ്ങ് പൊത്തിയാ മതി. ഒരല്പം മാറിയ ചെവി അങ്ങ് പൊത്തുക. പറയുമ്പോൾ എന്റെ ചെവി ആരും പൊത്തിയില്ലല്ലോ, എന്റെ ചെവി അടിച്ചു പോയി. അയ്യോ പൊട്ടിയില്ലേ? പൊട്ടിയാ? ഇല്ല. ചീറ്റി പോയാ? ഞാൻ എവിടെ കൈവച്ചാൽ ഇതാണല്ലോ. ഒന്നിൽ പഴിച്ചാൽ രണ്ടെന്നാണ്. ഓക്കെ, 3 പോവില്ല. ഞാൻ 2 തന്നെ പിടിക്കുന്നതാ. കണ്ടോ?
കണ്ട ഇത് ആകെ എള്ളുളച്ച ഉണ്ടെങ്കിലും ഈ സാമാനം നല്ല കിടില സാധനമാണ്. ചറപറാന്ന് കിടന്ന് പൊട്ടി, ചറപറാന്ന്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, ഇറ്റ് ലീഡ്സ് ടു ലങ് ഡിസോർഡർ. അമിട്ട് ചെവി അടിച്ചു പോണ അമിട്ടാണ്. ചെവി പൊത്തി വെച്ചോ. കണ്ടോ ഇതാണ് സാധനം, പച്ച കളർ അമിട്ട്. ആ എള്ളുളച്ചേ ഉള്ളു, പക്ഷെ എന്റെ സൗണ്ട് നീ കേട്ടോ? ഇല്ല ടൈല് പൊട്ടിപ്പോയി ഓടിയോ. ടൈലിന്റെ പുറത്ത് വെച്ചിരുന്ന് ചെയ്തേണ്. കാണാൻ പറ്റുന്നുണ്ടോ? നെല്ല് നോക്കിയാണ്. ടൈല് പൊട്ടി, ഒരു കിണ്ണം. ഒരു വലിയ പീസ് ടൈലായിരുന്നു അറഞ്ഞ പുറഞ്ഞ കിടക്കണത്. ഇത് ഭയങ്കര ഇൻഫ്ലേമബിൾ ആണ് ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത് അപ്പുറത്ത് അങ്ങോട്ട് മാറ്റിയിട്ട് പൊട്ടിക്കാം. ഇതവിടെ മാറ്റി വെച്ചു. അത് റിസ്ക് എലമെന്റ്, അതിൽ ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഒന്നാമതെ പുതിയ വീടാണ്, വെറുതെ ഇപ്പോഴേ ഇടിച്ച് പൊട്ടിക്കണ്ട. നമുക്ക് അടുത്ത സാധനത്തിലേക്ക് പോവാം. അടുത്തതായിട്ട് ഗൈസ്, ഇത് കയ്യിലിരുന്ന് എന്തോ കറങ്ങുന്ന ഒരു പമ്പരം പോലത്തെ ഒരു ഐറ്റമാണ്. കയ്യിലെ തറച്ചക്രമാണെന്ന് തോന്നുന്നു. നമുക്കിത് തിരികൊളുത്താം. അതാ ഇങ്ങനെ ഇത് ചെറുത്, ഇതൊക്കെ മാളുവിന്റെ ഐറ്റം. ജില്ലമ്പക്കടി ഐറ്റം കൊള്ളാം കേട്ടാ. സൂപ്പർ അല്ലേ? എങ്ങനെയുണ്ട്? ഓ ഗൈസ്, തീർന്നു ഗൈസ്. ഓക്കെ അടുത്തതായിട്ട് എന്താണ് നമ്മൾ കത്തിക്കാൻ പോണത്? നമുക്ക് അടുത്ത പൂക്കുറ്റി കത്തിക്കാം. പൂക്കുറ്റി. ഓ അത് വലുത് യമണ്ട ഐറ്റം. അടുത്തതായിട്ട് ഇത് കയ്യിൽ വെച്ച് കത്തിക്കുന്ന ഒരു തരം സാധനം, ഒരു തരം തിരി. കൊള്ളാം. സൂപ്പർ. ഇത് കയ്യിൽ വെച്ച് കത്തിക്കുന്ന ഒരു തരം പൂക്കുറ്റിയാണ്. ഇതെന്തോന്ന്? പറന്നു പോയി ഇനി വെടിയാക്കുന്നതാണോ എന്താണെന്ന് അറിയില്ല. അതൊന്ന് പൊട്ടിച്ചോക്കാൻ അറിയാലോ. ആകെ ഒരെണ്ണേ ഉള്ളു സംഭവം. ഒരെണ്ണോ? അപ്പൊ അച്ഛൻ തന്നെ പൊട്ടിയത്. ഇത് പറന്ന് ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ടേ പറക്കും. അങ്ങോട്ടോ? അങ്ങോട്ട് പറപ്പിച്ച് വിട് പാപ്പാ. എന്നെങ്ങാനും കത്തിക്കൂ. എനിക്ക് അച്ഛൻ കത്തിക്കുമ്പോഴത്തേക്ക് മറ്റേ വിഷുവിന്റെ ഒന്ന് പടക്കം പൊട്ടിച്ച ഒരു ചേട്ടനുണ്ടല്ലേ, അതേപോലെയാണ് അച്ഛൻ നിക്കണത്. അച്ഛൻ ഓടാൻ റെഡി ആയിട്ടാണ് അച്ഛൻ നിക്കണത്. കത്തിരിച്ചാ ഇതൊരു ബട്ടർഫ്ലൈ പടക്കമാണ്. ഹെലികോപ്റ്റർ എന്റെ ദൈവം സാധനം കേട്ടാ. എന്റെ അപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് അങ്ങോട്ട് പോകുന്നു. ഹെലികോപ്റ്റർ പടക്കമാണ് കേട്ടോ. ഹെലികോപ്റ്റർ സാധനം വരുന്നത്. അതൊന്നേ ഉള്ളായിരുന്ന? അതല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെറൈറ്റി ട്രെൻഡിങ് സാധനങ്ങളെ കൊണ്ടുവരണമായിരുന്നു. അതൊന്നും അല്ലടി അത്. ഓക്കെ അതാണ് സാധനം. കുറച്ചുകൂടെ അടുത്തോട്ട് അങ്ങനെ അതാണോ ഞാൻ വിചാരിച്ചു നീ സ്റ്റെപ്പ് ഇട്ടതായിരിക്കും. അത് അങ്ങനെ നീ അല്ല അതാ സൈഡിൽ കൊണ്ടിട്ട് തരും. അത് തീർന്നു. സൂപ്പറായിട്ട് ഗൈസ്. അടുത്തത് തറച്ചക്രം. അത് 2 എണ്ണം ഒരുമിച്ചേ. ആ 2 എണ്ണം കണ്ടോ, 2 എണ്ണം. അത് സെറ്റപ്പ് ആയിരുന്നല്ലേ. ഒരെണ്ണം നേരത്തെ അണഞ്ഞു. അല്ല, അത് ടൈമിങ്ങിന്റെ ചെറിയൊരു വ്യത്യാസം വരും. ഇനി അടുത്തത് മാളും ഇത് കത്തിക്കും. 2 എണ്ണം ഒരുമിച്ച്. ഇന്ന് അവിടെ തിരി 2 എണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് ഒരൊറ്റ അടുത്ത് പിടിച്ചോട്. ഞാൻ പിടിച്ചത്. 2 കത്തിയിട്ടേ മാറാവും. പോയി
ആ കത്തി കത്തി കത്തി. ആ ഒരെണ്ണത്തിന് ടൈമിങ് തെറ്റിപ്പോയി. ആടിപ്പൊളി ആടിപ്പൊളി. വല്ല കാര്യം ഉണ്ടായിരുന്നു അവിടെ ചെരുപ്പ് ഇടാതെ നിന്നിട്ട്. നീ ഇത് വെച്ചിട്ട് ഞാൻ എന്റെ പേര് കേട്ടോ. അരുൺ ജെ ഞാൻ ഹാപ്പി. HAPPY ദീപാവലി. ഇത് അതാ ഹാപ്പി ദീപാവലി. അങ്ങനെ 2025 ദീപാവലിയിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സകലമാന സാധനങ്ങളും കത്തിച്ചും പൊട്ടിച്ചും തീർത്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ദീപാവലി ഇവിടെ അവസാനിക്കുകയാണ്. ദീപാവലി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരണതെന്ന് പറയുമ്പോഴത്തേക്കും അമ്മയുടെ വക സ്പെഷ്യൽ ഇലയപ്പം ഉണ്ടാകും. അതായത് വാഴ ഇലയിൽ ഇങ്ങനെ ശർക്കരയും അരിമാവൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഐറ്റം. അത് ഇത്തവണ ഇല്ല ഗൈസ്. അതായത് ലക്കി ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് അവനെ നോക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പുറകെ ആയതുകൊണ്ട് അമ്മ ഇതൊന്നും വെച്ചിട്ടില്ല. അത് മാത്രമേ എനിക്കൊരു മിസ്സിങ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ദീപാവലി അവസാനിച്ചിട്ടില്ല. ഇനിയാണ് ഇവിടുത്തെ പരിപാടി. ഈ ഇത്രയും ഭാഗങ്ങൾ അമ്മ മേളിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇത്രയും ഭാഗങ്ങൾ അടിച്ച് ക്ലീൻ ചെയ്തിടണം. കാരണം നമ്മുടെ ലക്കിക്കുട്ടൻ നാളെ രാവിലെ നടക്കാനിറക്കുന്ന വാക്ക് വേ ആണ് ഇത്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ മരുന്നും ഈ തറച്ചക്രത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് ഇതെല്ലാം ചിലപ്പോൾ എടുത്ത് വായിക്കാത്തിട്ട് കളയും. അതുകൊണ്ട് ഇത് ഇത്രയും ക്ലീൻ ചെയ്തിട്ടിടണം ഇന്ന് കിടക്കാൻ. സോ ഇതാണ് ഇന്നത്തെ ബാക്കിയുള്ള പരിപാടി ഗൈസ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ദീപാവലി ഇവിടെ കലാസായിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും ഇതിൻ്റെ മാളുവിൻ്റെ പേരിലും എല്ലാത്തിലും നമ്മൾ ഹാപ്പി ദീപാവലി പറഞ്ഞുകൊള്ളുന്നു. അതുകൊണ്ട് ടാറ്റാ ബൈ ബൈ, സീ യു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.